Hey all, good morning. Assalamu alaikum. It's me. സബ്ജക്ട്സ് ആണത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫിസിക്സ് ആണ് മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂണിലായിരുന്നു. ജൂണിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, വർക്ക് ബുക്ക് ഉണ്ട്, സ്റ്റഡി പാക്കേജ് ഉണ്ട്, ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഏത് എപ്പോൾ ഉപയോഗിക്കണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഇത് ഒരു ഇയർ മൊത്തവും ഇതിപ്പം സ്റ്റഡി പാക്കേജ് മാത്രം ആദ്യം 2 മാസം, പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. സോ നമുക്ക് ഫിസിക്സ് തുടങ്ങുകയാണെങ്കിൽ ഇപ്പം ഫിസിക്സ് എന്നല്ല ഏതൊരു ക്ലാസ്സിലും ഫസ്റ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് ലെക്ചേഴ്സ് ആണുള്ളത്. ഇവിടെ നമുക്ക് ഇപ്പം ഓൺലൈൻ സ്റ്റുഡൻറ്റ് ആണെങ്കിൽ നമുക്ക് മെയിനായിട്ട് 2 ആപ്സ് ആണുള്ളത്. ബ്രില്യൻറ്റ് ഇ ലേണിംഗ് ആപ്പ് ഉണ്ട്, ബ്രില്യൻറ്റ് പല ക്ലാസ്സസ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ബ്രില്യൻറ്റ് ഇ ലേണിംഗ് ആപ്പ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ളതാണ്. ബ്രില്യൻറ്റ് പല ക്ലാസ്സസ് ഓൺലൈൻ സ്റ്റുഡൻസിനുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് വെബെക്സ് മീറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിനകത്ത് ലൈവ് ക്ലാസ്സസ് ആദ്യം അവർ നമുക്ക് തരും. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ റെക്കോർഡ് ക്ലാസ് ആണ് പിന്നെ പല ക്ലാസ്സസ് നമുക്ക് ഉണ്ടാവാം. പിന്നെ എക്സാമിനേഷൻസ് ഒക്കെ അതിനകത്തായിട്ട് ഉണ്ടാവാം. അപ്പം മെയിൻലി ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അറ്റൻഡിങ് ദ ലെക്ചേഴ്സ് തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് മെയിൻലി ലൈവ് ക്ലാസ്സസ്, ഞാൻ പരമാവധി ലൈവ് ക്ലാസ്സസ് തന്നെയാണ് കണ്ടത്. പിന്നെ 1-2 മാത്രമേ നമുക്ക് റെക്കോർഡ് ക്ലാസ്സിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് റെക്കോർഡ് ക്ലാസ്സിലേക്ക് സ്വിച്ച് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എനിക്കിവിടെ പറയാനുള്ളത്, നമുക്കിപ്പം പലരും റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെയാണ് ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് അത്യാവശ്യം സീരിയസ് ആയിട്ട് പഠിച്ച് തന്നെയാണ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബേസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും ലെക്ചേഴ്സ് സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഒന്നും അറിയാത്ത രീതിയിൽ നമ്മൾ ക്ലാസ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പം നമുക്ക് അത് അറിയാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരും. നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണ്, അപ്പോൾ ഫോക്കസ് ആയി ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. നമുക്ക് ഒന്നും അറിയില്ല എന്ന രീതിയിൽ ഒരു സീറോ നോളേജിൽ നമ്മൾ ഇരിക്കുക. അപ്പം എന്നിട്ട് അറ്റൻഡ് ചെയ്ത ശേഷം അത് റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നതും അതുമായിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിത്ത് സീറോ നോളേജ് നമ്മളത് കേൾക്കാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമൊന്നും ഇങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. പിന്നീട് ഞങ്ങൾ കൂട്ടിയിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചിന്തിച്ച് തുടങ്ങിയത്. അതായത് നമുക്കിപ്പം ഇ ലേണിംഗ്, ഇപ്പം ബ്രില്യൻറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഇ ലേണിംഗ് ആപ്പിൽ നമുക്ക് ഒരുപാട് സാർമാർ ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ 2022, 2023, 2024 ഇങ്ങനെ എല്ലാ ഇയേഴ്സിൻ്റെയും പ്രീവിയസ് ലെക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിപ്പം ഓരോരുത്തർക്കും ഓരോരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണല്ലോ. ഇപ്പോൾ ചിലരുടെ ക്ലാസ്സസ്, ചില സാർമാരുടെ ക്ലാസ്സസ് നല്ലതായി തോന്നും, ചിലർക്ക് അത് അത്ര മനസ്സിലാവണമെന്നില്ല. അപ്പോൾ എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഫിസിക്സിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫിസിക്സിൽ ചില ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 10-14 ലെക്ചേഴ്സ് ഒക്കെ വരുന്ന ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് ലെക്ചർ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പം ഇതൊരു നമുക്ക് അത്ര ക്ലിക്ക് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ ഇ ലേണിംഗ് ആപ്പിൽ കയറി മുമ്പത്തെ ലെക്ചേഴ്സ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട സാറോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് കാണുന്ന ക്ലാസ്സസ് ഉണ്ടെങ്കിലും ഇതേ ക്ലാസ്സിൻ്റെ സമയത്തിരുന്ന് ആ ക്ലാസ് കാണുന്നത് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ടേക്കിംഗ് നോട്ട്സ് ആണ്. അതായത് നോട്ട് എഴുതുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ബ്രില്യൻറ്റിൽ ലെക്ചർ നോട്ട്സ് അവർ തരുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടേതായ നോട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെയായിരുന്നു, എൻ്റെ നോട്ട് ഞാൻ എഴുതും, അത് തന്നെയാണ് ഞാൻ റിവൈസ് ചെയ്തുകൊണ്ട് ഉണ്ടായത്. ഇപ്പോൾ ഈ നോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈവ് ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ ലൈവ് ക്ലാസ്സിൽ ഒന്നിച്ച് തന്നെ നോട്ട് ചെയ്താൽ പിന്നീട് അത് റെക്കോർഡിൽ വരാനും പിന്നെ അത് പോസ്റ്റ് അടിച്ച് എഴുതാനും അങ്ങനെയൊന്നും വേണ്ടി. ഇതിപ്പോൾ നമ്മളൊരു നീറ്റ് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിനാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് നോട്ട് സബ്മിഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വൃത്തിയോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് മനസ്സിലാവണം, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ആ ഒരു കാര്യം മാത്രം ഉണ്ടായാൽ മതി. അതുകൊണ്ട് പോസ്റ്റൊന്നും ചെയ്യാതെ ഒരു ആദ്യത്തെ ഒരു 2 weeks 3 weeks ഒക്കെ നമുക്ക് ചിലപ്പോൾ പ്രശ്നമാവും. എനിക്കും ഉണ്ടായിരുന്നു ആദ്യമൊക്കെ അങ്ങനെ പ്രശ്നം. നമുക്ക് എന്താ പറയുക, എങ്ങനെ സ്പീഡിൽ എഴുതി തീരാതെയും ചില പോയിന്റ്സ് വിട്ടുപോകുന്നു, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ എടുക്കൊന്ന് കണ്ട് റെക്കോർഡ് ക്ലാസ് കണ്ട് പെട്ടെന്ന് എഴുതി എടുക്കുക, അത്രയും. നോട്ട്സിന് അങ്ങനെ നമ്മൾ ഡ്യൂട്ടിയുടെ കാര്യത്തിലല്ല, ആ എടുക്കുന്ന പോയിന്റ്സ് എല്ലാ പോയിന്റ്സും വിടാതെ എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ചെയ്യുന്നത്, നമുക്ക് ബ്രില്യൻറ്റിൽ ലെക്ചർ നോട്ട്സ് അവൈലബിൾ ആണല്ലോ. ആ ലെക്ചർ നോട്ട്സ് ഒന്ന് ഓടിച്ച് നോക്കും. ജസ്റ്റ് എല്ലാം വായിച്ചു നോക്കല്ല, എന്തെങ്കിലും പോയിന്റ് മിസ്സായിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കും. അതാണ് ഞാൻ മൂന്നാമത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം ഷോർട്ട് നോട്ട്സ്, ഇതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ചെയ്യുമ്പോൾ സമയമൊന്നും കിട്ടില്ലായിരിക്കും ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ വിചാരിക്കും നോട്ട്സിലുള്ളത് തന്നെ അല്ലേ എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലേ, പിന്നെ അതിൽ ഇമ്പോർട്ടൻറ്റ് എന്തെടുക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമുക്ക് അവസാനം ഞങ്ങൾക്ക് ഫെബ്രുവരിയിലെങ്ങാണ്ട് തുടങ്ങിയതാണ്. പിന്നെ ഏപ്രിൽ വരെ നമുക്ക് ഫുള്ളും നമുക്ക് മോഡൽ എക്സാംസ് ആയിരുന്നു. ആ സമയത്ത് ഷോർട്ട് നോട്ട് ഞാൻ റിവൈസ് ചെയ്യാം, അല്ലാതെ ക്ലാസ് നോട്ട്സ് ഒന്നും റിവൈസ് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് മേക്കിംഗ് ഷോർട്ട് നോട്ട്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എല്ലാ ചാപ്റ്റേഴ്സിനും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, എസ്പെഷ്യലി ഫിസിക്സ്, പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി, ഇതിനൊക്കെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. റീഡിങ് NCERT വായിക്കുന്നതിനെ കുറിച്ച് എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. അതായത് എങ്ങനെയാണ് ഒരു ചാപ്റ്റർ തന്നിട്ട് മൊത്തമായിട്ട് NCERT വായിക്കലാണ്, എസ്പെഷ്യലി ഫിസിക്സിൻ്റെ കാര്യത്തിൽ. ബയോളജിക്ക് എല്ലാവരും NCERT വായിക്കുകയും ചെയ്യും, ഫിസിക്സിലൊക്കെ NCERT വായിക്കണമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവാറുണ്ട്. എനിക്കും ഉണ്ടായിരുന്ന ഡൗട്ട്. ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഒരു ലെക്ചർ കേട്ടാൽ ആ ഒരു ഭാഗത്ത് നിന്ന് NCERT മാത്രം ഇന്ന് തന്നെ വായിച്ചു. ഇപ്പോൾ നാളെ നെക്സ്റ്റ് ടോപ്പിക് ആയിരിക്കും,
ആ ടോപ്പിക്കിൻ്റെത് നാളെ വായിച്ചു. പിന്നെ NCERT എക്സാമ്പിൾസ് ഞാൻ എല്ലാം ചെയ്തിരുന്നു. ആൻഡ് എക്സസൈസ് സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ ഇല്ല, എല്ലാം ഞാൻ ചെയ്തില്ല. ഏതെങ്കിലും ടഫ് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പം ടൈം കിട്ടുവാണെങ്കിൽ ചെയ്തു നോക്കും, അത്രേ ഉള്ളൂ. എക്സാമ്പിൾസ് എല്ലാം ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ NCERT വായിച്ചിരുന്നു. അതാണ് ഫിസിക്സിൽ ഒരു എൻട്രൻസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തോന്നുന്നത്. ദാറ്റ് സോൾവിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ബ്രില്യൻറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻ സോൾവിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഞാൻ ഫസ്റ്റ് ഇത് കഴിഞ്ഞ ശേഷം ഇത്രയും ചെയ്ത ശേഷം ഫസ്റ്റായിട്ട് ഞാൻ ചെയ്തിരുന്നത് സ്റ്റഡി പാക്കേജ് ആണ്. അതെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും നമുക്ക് അവൈലബിൾ, അതിൽ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത് വെച്ചാൽ ഇപ്പോൾ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കിൻ്റെ ആ ക്വസ്റ്റ്യൻസ് സ്റ്റഡി പാക്കേജിൽ നിന്ന് ഫസ്റ്റ് ചെയ്തു. മിക്കവാറും എനിക്ക് ചെയ്താൽ കിട്ടത്തില്ല, ഫസ്റ്റത്തെ കിട്ടത്തില്ല, രണ്ടാമത്തെ കിട്ടത്തില്ല, മൂന്നാമത്തെ കിട്ടില്ല. ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ സെർവാർ ചെയ്ത് തരും. അപ്പോൾ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നല്ലാതെ മറ്റൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് സൊല്യൂഷൻ എടുത്ത് അത് പഠിക്കും. അത് പഠിക്കുന്ന വെച്ചാൽ ഒരു 2-3 ടൈംസ് ഞാൻ എഴുതി നോക്കും. എന്നിട്ട് ആ ഒരു കോൺസെപ്റ്റ്സും ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പും എനിക്ക് മനസ്സിലായി. അടുത്തത് ചെയ്യുന്നത് സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ തന്നെ സെർമാർ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ഓരോ സെർമാർ അനുസരിച്ചാണ്. ചില ടീച്ചേഴ്സൊക്കെ അതേ അന്ന് തന്നെ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ചെയ്യും, ഇല്ലെങ്കിൽ ആ ചാപ്റ്റർ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവുക. ഞാൻ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് സമയം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ തന്നെ ട്രൈ ചെയ്യും. അന്ന് സെർമാർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ചെയ്ത് നോക്കും. ഇത് ചെയ്ത് സ്റ്റഡി മെറ്റീരിയൽ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം വെച്ചാൽ നമുക്കൊരു റഫ് പേപ്പറിൽ ഞാൻ എഴുതി വെക്കുമായിരുന്നു. അതായത് അവർ ക്വസ്റ്റ്യൻ എഴുതി വെക്കില്ല, ജസ്റ്റ് ആൻസർ സൊല്യൂഷൻ നമ്മൾ എഴുതി വെക്കും. സോ അത് പിന്നീട് റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് വീക്ക്ലി എക്സാംസ് ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് അതിൻ്റെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ചാൻസ് കിട്ടില്ല. അപ്പോൾ ആ സമയത്ത് വീണ്ടും പോയി റെക്കോർഡ് ക്ലാസ് കാണുമെന്ന് പറയുമ്പോൾ ടൈം വേസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അവർ പറയുമ്പോൾ തന്നെ ഞാനിത് നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ ശേഷം ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ഇതാണ് സ്റ്റഡി മെറ്റീരിയൽ കാര്യം ചെയ്തത്. നെക്സ്റ്റ് അസർഷൻ ബേസ്ഡ് ബുക്ക് അവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഡെയിലി ബേസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്സിലും ചെയ്യും, ബയോളജിയും കെമിസ്ട്രിയും എല്ലാത്തിലും ഞാൻ അസർഷൻ ബേസ്ഡ് ബുക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഇതായിരുന്നു നെക്സ്റ്റ് ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വർക്ക് ബുക്കാണ്. നമ്മൾ എല്ലാ ദിവസവും ഒരു എക്സാം പോലെ ഒരു ടോപ്പിക്കിന് വെച്ച് അറ്റൻഡ് ചെയ്യുന്ന പോലെയാണ് ഞാൻ വർക്ക് ബുക്ക് ചെയ്യുന്നത്. അതായത് സൊല്യൂഷൻസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. അതിൽ അവസാനം നമുക്ക് ആൻസർ കീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം, ക്രോസ് ചെക്ക് ചെയ്യാം, ഓക്കെ കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാന്നല്ലാതെ സൊല്യൂഷൻസ് ഒന്നുമില്ല. അപ്പോൾ സ്റ്റഡി പാക്കേജിൽ ക്വസ്റ്റ്യൻസ് പഠിച്ചു, അസർഷൻസും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ക്വസ്റ്റ്യൻസ് വരാവുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റിയൊക്കെ. അത് കഴിഞ്ഞ് സിൻസിയറായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തൊരു ബുക്കാണ് വർക്ക് ബുക്ക്. ഞാൻ സൊല്യൂഷൻസ് നോക്കില്ലായിരുന്നു, നോട്ട് നോക്കില്ലായിരുന്നു, എക്സാം പോലെ തന്നെ ഞാൻ എഴുതും. ആ അന്ന് പഠിപ്പിച്ച ടോപ്പിക്കിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക് ബുക്കിൽ ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് എത്ര നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഞാനത് മുകളിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് ഓരോ ആഴ്ച കഴിയുമ്പോഴും അല്ലെങ്കിൽ വീക്കിലായിട്ട് ഞങ്ങൾക്ക് ഡൗട്ട് സെഷൻസ് ഒക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ ഞങ്ങൾ ചോദിക്കുമായിരുന്നു. പിന്നെ ഈ വർക്ക് ബുക്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ആഴ്ചയും സബ്മിറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ വരും. അപ്പം അതിന് മുമ്പായിട്ട് ആ ഒരു ചാപ്റ്ററിൽ വർക്ക് ബുക്ക് ഞാൻ തീർക്കും. ഇതിന് ഞാൻ സൊല്യൂഷൻസ് നോക്കാറില്ല, ജസ്റ്റ് ഒരു എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്യും. കിട്ടാത്തത് നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളതിൽ ഇങ്ങനെ ട്രൈ ചെയ്യും. ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം ആദ്യം കിട്ടാത്ത ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യും, പിന്നീട് നോട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് സാറുമാർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് കിട്ടിയെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അത് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് എന്താ പറയുക, നമ്മൾ നീറ്റ് എക്സാം എഴുതുന്നത് വരേക്കും ആ ക്വസ്റ്റ്യൻ മറക്കാതെ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ അവിടെ കിടക്കും. നെക്സ്റ്റ് ഇ-ലേണിംഗ് ആപ്പാണ്. ഇ-ലേണിംഗ് ആപ്പ് ഞങ്ങൾ പറഞ്ഞ കാര്യം വെച്ചാൽ ലെവൽ 1, ലെവൽ 2 ഇങ്ങനെ നമുക്ക് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ലെവൽ 1 ക്വസ്റ്റ്യൻസ് ക്ലാസ് തീരുന്ന സമയത്ത് ഒരു ഡിസംബർ ജനുവരി ആകുമ്പോൾ ക്ലാസ് വരുന്നു. ആ സമയമാകുമ്പോഴത്തേക്കും ലെവൽ 1 ക്വസ്റ്റ്യൻസ് തീർക്കണമെന്നായിരുന്നു. എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ സത്യം പറയുകയാണെങ്കിൽ ഇല്ല, മൊത്തമായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതായത് ആദ്യത്തെ ഒരു 2-3 മന്ത്സ് ഞാൻ വിചാരിച്ചു ലെവൽ 1 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ സിമ്പിൾ ആയിരിക്കുമല്ലോ, അത് എല്ലാവരും ചെയ്യുമല്ലോ, ലെവൽ 4 ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ലെവൽ 4 ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുമായിരുന്നു. അത് പക്ഷേ മണ്ടത്തിലാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ലെവൽ 1, ലെവൽ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇ-ലേണിംഗ് ആപ്പിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നീറ്റ് എക്സാം വരെ അത് അങ്ങനെ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് കോൺഫിഡൻറ്റ് തോന്നില്ല, മറന്നു പോകും എന്നൊക്കെ തോന്നും. അതുപോലെ തന്നെ ഞാൻ സ്റ്റഡി പാക്കേജ് ചെയ്യുമ്പോഴും വർക്ക് ബുക്ക് ചെയ്യുമ്പോഴൊക്കെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് മറന്നു പോകുമെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ വേറൊരു ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു. ഇതെന്നെ കെമിസ്ട്രി ബയോളജിയിലൊന്നും ചെയ്യില്ലായിരുന്നു, ഫിസിക്സിന് മാത്രം. ഫിസിക്സിന്റെ വീക്ക് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ ഇഷ്ടമായിരുന്നു, പക്ഷേ വീക്ക് സബ്ജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ ആ ബുക്ക് ഞാൻ ഒന്ന് നോക്കുമായിരുന്നു എക്സാംസ് ഒക്കെ ആവുന്ന സമയത്ത്. വെച്ചാൽ എല്ലാവരും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇതിപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഡിസംബർ അല്ലെങ്കിൽ ക്ലാസ് തണുക്കുന്ന സമയത്ത് ഞാൻ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് മോഡൽ എക്സാംസ് ഓരോ ഘട്ടമായിട്ടാണ് ഉണ്ടാവും. അതായത് ഫസ്റ്റ് യൂണിറ്റ് വൈസ് ഉണ്ടാവും, പിന്നെ കമ്പൈൻഡ് യൂണിറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ യൂണിറ്റ് വൈസ് വരുന്ന സമയത്ത് നമുക്ക് നല്ല ടൈം കിട്ടും. തിയറി ചെയ്യാൻ സമയം ഉണ്ടാവും, ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയം ഉണ്ടാവും. ആ സമയത്താണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അത് തന്നെയാണ് നല്ലത്. കാരണം ആദ്യമൊക്കെ നമുക്ക് ഈ ലേണിംഗ് ആപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, പിന്നെ കുറേ മെറ്റീരിയൽസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഇത് കുറച്ചൊന്ന് ഫ്രീ ആവുന്ന സമയമാണ് ഈ മോഡൽ എക്സാം. അതായത് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്ന സമയം. ആ സമയത്താണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ബ്രില്യൻ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു മെറ്റീരിയലാണ് ബ്രെയിൻ പോയിന്റർ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഫോർമുലാസ് ഒക്കെ വരുന്ന ഒരു ബുക്കാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുവാണെങ്കിൽ ഇത് അത്ര യൂസ്ഫുൾ ആയിട്ട് വരുന്നില്ല. പിന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാതെ അവസാനം ടൈം കിട്ടാതെ വരുവാണെങ്കിൽ ബ്രെയിൻ പോയിന്റർ ഉപയോഗിക്കാം.